കയ്യിലിരുന്ന മൺകുടത്തിൽ കറുത്ത കോഴിയുടെ ചോരയുണ്ടായിരുന്നു. വർഷങ്ങളായി തറവാട്ടുകാർ പൂട്ടിയിട്ടിരുന്ന ചാത്തൻ കുടി തുറക്കാൻ അവന് ഭയമില്ലായിരുന്നു. ദാരിദ്ര്യം അവനെ അത്രമേൽ തളർത്തിയിരുന്നു. മന്ത്രങ്ങൾ ചൊല്ലി അവൻ കുടി തുറന്നു. പുകപടലങ്ങൾക്കിടയിലൂടെ ഒരു രൂപം തെളിഞ്ഞു വന്നു. രൂപമില്ലാത്ത ചുവന്ന കണ്ണുകളുള്ള കരിനീലൻ ചാത്തൻ. എന്താടാ നിനക്ക് വേണ്ടത്? ഗംഭീരമായ ആ ശബ്ദം കാവിലാകെ മുഴങ്ങി. എനിക്ക് സമ്പത്ത് വേണം, നാടിൻ്റെ അധിപനാകണം, മാധവൻ വിറയലോട് പറഞ്ഞു. ചാത്തൻ ചിരിച്ചു. തരാം, പക്ഷേ ഒരു നിബന്ധന. നീ ഇന്നു മുതൽ കാണുന്ന ആദ്യത്തെ കാഴ്ച എന്റേതായിരിക്കും. മാധവൻ സമ്മതിച്ചു. കണ്ണടച്ചു വണങ്ങി തിരികെ വീട്ടിലെത്തിയ മാധവൻ ആവേശത്തോടെ വാതിൽ തുറന്നു. പ്രകാശം പരന്നപ്പോൾ മാധവൻ കണ്ടത് അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ചാത്തനെയല്ല, മറിച്ച് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബമായിരുന്നു. അവൻ്റെ മുഖം പൂർണ്ണമായും മാറിപ്പോയിരുന്നു. അവനിപ്പോൾ കാണാൻ ചാത്തനെ പോലെയിരിക്കുന്നു. മാധവൻ്റെ രൂപം മാറിയെങ്കിലും ചാത്തൻ നൽകിയ വരം ഫലിച്ചു തുടങ്ങി. അവൻ തൊടുന്നതെല്ലാം സ്വർണമായി മാറി. ദാരിദ്ര്യം മാറി മാളികയുയർന്നു. പക്ഷെ നാട്ടുകാർ അവനെ ഭയന്നു. ഇത് മാധവനല്ല, ഏതോ പ്രേതമാണ് എന്ന് അവരെല്ലാവരും പറഞ്ഞു. സങ്കടം സഹിക്കാനാവാതെ അവൻ ചാത്തനെ വീണ്ടും വിളിച്ചു. നീ എന്നെ ചതിച്ചു. ചതിയല്ല മാധവ, ഇത് നിന്റെ ആർത്തിയുടെ വിലയാണ്. ഇതിൽ നിന്നും നിനക്കൊരു മോചനം വേണമെന്നുണ്ടോ? എങ്കിൽ ഈ കാവിനുള്ളിൽ ഒരു കരിങ്കൽ അറ പണിയണം. ജനലുകളോ വാതിലുകളോ ഇല്ലാത്ത ഒരു അറ. അവിടെ നീ 21 ദിവസം തപസ്സിരിക്കണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഞാൻ നിനക്ക് നൽകിയ ഈ മാന്ത്രിക സിദ്ധികൾ കൊണ്ട് അത് പണിയാൻ കഴിയില്ല. മനുഷ്യന്റെ കൈപ്പണി കൊണ്ട് തന്നെ അത് തീർക്കണം. ആളുകൾ എൻ്റെ ഈ വികൃത രൂപം കണ്ട് ഭയപ്പെടുന്നു. ഞാൻ എങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലും? എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാനും കഴിയില്ല. അങ്ങനെയെങ്കിൽ നിന്നെ ഒരു ദിവസത്തേക്ക് ഞാൻ മനുഷ്യനാക്കാം. ആ സമയം കൊണ്ട് നിനക്ക് വേണ്ട സഹായം നീ ഉറപ്പാക്കണം. പക്ഷേ നിനക്ക് എന്നേക്കുമായി നിന്റെ മനുഷ്യരൂപം തിരികെ ലഭിക്കണമെങ്കിൽ നീ ഇത് ചെയ്തേ തീരൂ. ഇല്ല എങ്കിൽ ഒരിക്കലും നിനക്ക് മനുഷ്യനാവാൻ സാധിക്കില്ല. നിന്റെ വിധി നിന്റെ കൈകളിലാണ്. ചാത്തൻ്റെ ആജ്ഞപ്രകാരം തൻ്റെ മനുഷ്യരൂപം എന്നേക്കുമായി തിരികെ ലഭിക്കാൻ മാധവൻ ആ ദൗത്യമേറ്റെടുത്തു. പക്ഷേ അവൻ്റെ മുന്നിലുള്ളത് വെറും ഒരു ദിവസം മാത്രം. മാധവൻ ഇപ്പോൾ മനുഷ്യരൂപത്തിലാണെങ്കിലും ആളുകൾക്കിടയിൽ സംശയവും ഭീതിയും ഉണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് ചെല്ലും തോറും ആളുകൾ അവനിൽ നിന്നും അകന്നു മാറാൻ തുടങ്ങി. ഒടുവിൽ മാധവൻ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ ചാത്തൻ തന്നെ കുടുക്കാൻ ഉപയോഗിച്ച അതേ വഴി തന്നെ സ്വീകരിച്ചു. വാഗ്ദാനം. നിങ്ങൾ എന്തിനാണ് എന്നെ ഭയപ്പെടുന്നത്? എന്നും ഇതുപോലെ ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ മതിയോ? സമ്പത്തുണ്ടാക്കേണ്ടേ? പൊന്നും പണവും വേണ്ടേ? മാധവ, നിന്റെ ആ വലിയ മാളികയും സ്വർണവും ഞങ്ങൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം നിനക്ക് എന്ത് സംഭവിച്ചു? നിന്നെ കാണാൻ പോലും കിട്ടാതായി. ആ സമ്പത്ത് വന്നതിൽ പിന്നെ നാട്ടിൽ അശുഭകരമായ പലതും സംഭവിക്കുന്നു. അതെ, നിങ്ങൾ കണ്ടതെല്ലാം ശരിയാണ്. പക്ഷെ അതെല്ലാം താൽക്കാലികം മാത്രമായിരുന്നു. എൻ്റെ ശക്തി നഷ്ടമായതോടെ എല്ലാം മായയും അപ്രതീക്ഷമായി. പക്ഷെ ചാത്തങ്കാവിലെ ആ പഴയ മനയുടെ അടിയിൽ നമ്മുടെ പൂർവികർ കാത്തുവെച്ച നിധിശേഖരമുണ്ട്. അത് ആർക്കും തൊടാൻ കഴിയാത്ത വിധം ഒരു വലിയ ശാപം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ശാപം മാറ്റി നിധി പുറത്തെടുക്കാൻ മനുഷ്യൻ്റെ കൈപ്പണി കൊണ്ട് ഒരു കരിങ്കൽ അറ പണിയണം. അത് പണിതാൽ മാത്രമേ ആ നിധി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി ആ അറ പണിതാൽ ഞാൻ അതിനുള്ളിലിരുന്ന് ആ ശാപം മാറ്റാം. 21-ാം ദിവസം ഞാൻ പുറത്തു വരുമ്പോൾ ആ സ്വർണം മുഴുവൻ നമ്മൾക്കുള്ളതാണ്. നിധിശേഖരമോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. പക്ഷേ ഞങ്ങൾക്കിതിൽ അപകടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അപകടമുണ്ടാവുന്ന എന്തെങ്കിലും ആണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരുമോ? ഒരു അപകടവുമില്ല. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ആ അറ പണിത് കഴിഞ്ഞാൽ കൃത്യം 21-ാം ദിവസം നിങ്ങൾ വന്നത് തുറക്കണം. എൻ്റെ തപസ് പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് നിധിശേഖരത്തിൽ സ്പർശിക്കാൻ പോലും കഴിയുകയുള്ളൂ. എനിക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യുമോ? നിധി കിട്ടുമെങ്കിൽ ഞങ്ങൾ വരാം മാധവ.
അങ്ങനെ അവർ മാധവന്റെ വാഗ്ദാനം വിശ്വസിച്ച് ആ ദൗത്യത്തിൽ പങ്കുചേർന്നു. ചില നിധിശേഖരങ്ങൾ കണ്ടെത്താനുള്ളതല്ല, അവ ചോര കൊണ്ട് കുഴിച്ചു മൂടപ്പെട്ടവയാണ്. ആ പഴയ കാവിനുള്ളിൽ വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന ആ സ്വർണത്തിന് ഇപ്പോൾ മരണത്തിൻ്റെ മണമാണ്. ആ കാവിലേക്ക് ചൂടുവെക്കുന്നവർ അറിയുന്നില്ല, കാത്തിരിക്കുന്നത് നിധിയല്ല, മറിച്ച് കാലം കരുതി വെച്ച ചില ഭയാനകമായ അടയാളങ്ങളാണെന്ന്. എൻ്റെ കാല്, ചോര ഒരുപാട് പോകുന്നുണ്ടല്ലോ. ഇതൊരു അശുഭലക്ഷണമാണല്ലോ. എനിക്കെന്തിനോ ഒരു പേടി തോന്നുന്നു. നമുക്ക് തിരികെ മടങ്ങിയാലോ? നീ എന്തായി പറയുന്നത്? ചോര കണ്ടാൽ അത് നല്ലൊരു ലക്ഷണമാണെന്നാണ് നമ്മുടെ കാരണവന്മാർ പറയുന്നത്. മാധവൻ പറഞ്ഞ ആ സ്വർണം നമുക്ക് വേണ്ടേ? അതുകൊണ്ട് വെറുതെ പേടിക്കാതെ വേഗം നടക്കാൻ നോക്ക്. എന്താ മാധവ, നാളെ നാട്ടിൽ പോയി സന്തോഷമായി ജീവിക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുകയാണോ? ഞാൻ കരുതി നിനക്കെങ്കിലും അല്പം ബുദ്ധി കാണുമെന്ന്. പക്ഷേ നീ പെട്ടുപോയല്ലോടാ മാധവ. മാധവൻ പേടിക്കുമെന്ന് ചാത്തൻ കരുതി. എന്താ വല്ലച്ച, ബുദ്ധിയില്ലാത്തത് എനിക്കോ? അതോ കാലങ്ങളായി ഈ ക്രൂരതകൾ ചെയ്ത് ജയിച്ചു എന്ന് കരുതുന്ന തനിക്കോ? ആര് പറഞ്ഞു തന്നു നിനക്കിത്? ആ കാതിരിയോ? അവളെ അന്നേ തീർക്കേണ്ടതായിരുന്നു. സാരമില്ല, നീ എന്റെ കെണിയിൽ വന്ന് വീണല്ലോടാ. ഇനി നിനക്ക് മോചനമില്ല. താൻ വിജയിച്ചു എന്ന് ചാത്തൻ പൂർണ്ണമായും വിശ്വസിച്ചു. എന്നാൽ തൻ്റെ മുത്തശ്ശി മരിക്കുന്നതിന് മുൻപ് മാധവന് കൈമാറിയ ആ വലിയ രഹസ്യം ചാത്തൻ അറിഞ്ഞിരുന്നില്ല. നീ എന്നെ കൊണ്ടുവന്ന് അടച്ചിരിക്കുന്ന ഈ മണ്ണ് ഏതാണെന്ന് നിനക്കറിയാമല്ലോ. വർഷങ്ങൾക്ക് മുൻപ് യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചോര വീണ മണ്ണ്. ഈ മണ്ണിൽ തന്നെ ആവണം നിന്റെ അന്ത്യമെന്നത് കാലം കാത്തുവെച്ച കാവ്യനീതി. താളിയോലയിലെ ആ വരികൾ മാധവന് നൽകിയത് വെറുമൊരു അറിവല്ല, മറിച്ച് ചാത്തൻ്റെ അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ വഴിയായിരുന്നു. ചാത്തൻ തൻ്റെ ബലഹീനതയായ ആ കാലിനെക്കുറിച്ച് മറന്നുപോയിരിക്കുന്നു.